പടന്നക്കാട് വീട്ടിൽ ഉറങ്ങിക്കിടന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച പ്രതിയെ കണ്ടെത്താനാകാതെ പോലീസ്. അതിക്രമം നടന്ന് 24 മണിക്കൂർ പിന്നിട്ടിട്ടും പ്രതിയെക്കുറിച്ച് സൂചനയില്ല. പ്രതി മലയാളി എന്നാണ് പെൺകുട്ടിയുടെ മൊഴി. അതേസമയം കേസ് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചേക്കും. വിവരങ്ങളുമായി സാരംഗ് സുരേഷ് ചേരുന്നു. സാരംഗ്, ഗുഡ് മോർണിംഗ്. ഇത് പ്രതിയെ ഇനിയും കണ്ടെത്താത്തൊരു സാഹചര്യമാണുള്ളത്. എന്തുകൊണ്ടാണ്? ഏതെങ്കിലും പരിസരവാസികളോ അറിയുന്നവരോ ഒക്കെ ആവാനൊക്കെ സാധ്യതയില്ലേ? ആ തരത്തിൽ എന്തെങ്കിലും വിരൽ ചൂണ്ടുന്ന തെളിവുകളോ അല്ലെങ്കിൽ നിഗമനങ്ങളോ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടോ? പോലീസിന് കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഈ നിമിഷം വരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായും ഫോറൻസിക് പരിശോധനാ ഫലങ്ങളൊന്നും തന്നെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടില്ല. ഡോഗ് സ്ക്വാഡിനെ ഉപയോഗിച്ചുള്ള പരിശോധനകളും തിരച്ചിലൊക്കെ തന്നെ വിഫലമായി പോകുന്നൊരവസ്ഥയായിരുന്നു. പൂർണ്ണമായും അത്തരത്തിൽ പ്രതിയിലേക്ക് ഒരു ചൂണ്ടുവിരൽ നീട്ടുന്ന ഒരു സൂചനയിലേക്ക് എത്തിക്കാനുള്ള ഒരു അവസ്ഥ ഡോഗ് സ്ക്വാഡിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല. പിന്നീട് അതിനുശേഷം സാധാരണ ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് ഒരു അതിക്രമമോ മറ്റു ഇത്തരത്തിലുള്ള ഒരു അജ്ഞാതന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്ന സമയത്ത് രേഖാചിത്രം വരച്ചാണ് പ്രതിയിലേക്ക് സാധാരണ അന്വേഷണ സംഘം എത്താറുള്ളത്. പക്ഷേ ഇവിടെ അത്തരത്തിലൊരു സാഹചര്യത്തിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. കാരണം കുട്ടിയുടെ അടുത്തേക്ക് പ്രതി എത്തുന്ന സമയത്ത് ഇയാൾ കൃത്യമായി മുഖം മറച്ചിരുന്നു, കറുത്ത മാസ്ക് ഉപയോഗിച്ച് മുഖം മറച്ചിരുന്നു എന്ന കാര്യം കുട്ടി വ്യക്തമായി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിയുടെ രൂപരേഖ വരച്ചെടുക്കുന്നതിൽ അഥവാ രേഖാചിത്രം വരച്ചെടുക്കുന്നതിൽ അതിൻ്റെതായ വെല്ലുവിളികളുണ്ട്. പോലീസിന് ആകെ കിട്ടിയിട്ടുള്ള ഒരു വിവരം എന്ന് പറയുന്നത്, കൃത്യമായ വിവരം എന്ന് പറയുന്നത് പ്രതി മലയാളിയാണ് എന്നത്. കുട്ടി കൃത്യമായത് മൊഴി നൽകിയിട്ടുണ്ട്. കാരണം കുട്ടിയോട് പ്രതി മലയാളത്തിൽ സംസാരിച്ചതിനെ കുറിച്ച് കുട്ടി കൃത്യമായിട്ടുള്ള വിവരം നൽകിയിട്ടുണ്ട്. ഗുരുതരപ്പെട്ട വകുപ്പുകളൊക്കെ തന്നെ ചേർത്തുകൊണ്ടാണ് പ്രതിക്കെതിരെ ഇയാൾക്കെതിരെ ഇപ്പോൾ കേസെടുക്കാനായി പോലീസ് തയ്യാറായിരിക്കുന്നത്. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിക്കാണ് കേസിന്റെ അന്വേഷണ ചുമതല. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള നീലേശ്വരം ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ അന്വേഷണ സംഘത്തിലുണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഇത്തരത്തിൽ സമാന കേസുകൾ പ്രതികളായവരോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരോ ആയിട്ടുള്ള സ്റ്റേഷൻ പരിധിയിലെ മുഴുവൻ ആളുകളെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. അത്തരം ഒരു നീക്കത്തിൽ കേസിൽ നിർണായകമായ ഒരു തുമ്പ് കണ്ടെത്താൻ സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് പോലീസ്. സാരംഗ്, ഈ കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? വൈദ്യപരിശോധനയൊക്കെ കഴിഞ്ഞോ? ഇപ്പോഴും ആശുപത്രിയിലാണോ അതോ വീട്ടിലുണ്ടോ? മോത്തി ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് കുട്ടിയുടെ മെഡിക്കൽ പരിശോധന റിപ്പോർട്ട് പുറത്തു വന്നത്. അതിലാണ് ഏറെ നിർണായകമായ കുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടന്നു എന്ന നിർണായകമായ വിവരം പുറത്തു വരുന്നത്. കുട്ടിയെ ഇന്നലെ വൈകിട്ട് വരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. കാര്യമായ പരിക്കുകളും മറ്റ് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതിനാൽ തന്നെ കുട്ടിയെ ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കുട്ടിക്ക് കാര്യമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, ശാരീരികമായോ മാനസികമായോ ഒരു ബുദ്ധിമുട്ട് നിലവിൽ വരുന്നില്ല. പക്ഷെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്ക് ഒരു പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. കാരണം ചെറിയ കുട്ടിയാണ്. ഈ പ്രായമാവുന്തോറുമായിരിക്കും ഈ ഇത്തരത്തിൽ ചെറിയ പ്രായത്തിൽ സംഭവിച്ച ഒരു അതിക്രമത്തിന്റെ ആ ഒരു ഇന്റൻസിറ്റി കുട്ടിക്ക് ഒരു ട്രോമയായി മാറാനുള്ള സാധ്യതയുണ്ടാവുക. തീർച്ചയായിട്ടും സാരംഗ്.